വിവാഹവും ആടുജീവിതം സിനിമയും കുഞ്ഞ് ജനിച്ചതുമൊക്കെയായി വാർത്തകളിൽ അമല പോൾ നിറഞ്ഞു നിന്നിരുന്നു. ജൂൺ 11 അമലയ്ക്കൊരു ആൺകുഞ്ഞു പിറന്നത്. ഇലായി എന്ന് പേരുമിട്ടു. ജീവിതത്തിലെ സന്തോഷം നിറഞ്ഞ നാളുകളിലൂടെ കടന്നു പോകുന്ന അമല ഇപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത കാര്യത്തിന് പഴികേൽക്കുകയാണ്. സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റായ ഹേമയാണ് തനിക്കുണ്ടായത് ഒരു അനുഭവം ഒരു ഇന്റർവ്യൂവിൽ വെളിപ്പെടുത്തിയത്. ബോളിവുഡിൽ ഉൾപ്പെടെ നിരവധി ഇൻഡസ്ട്രികളിൽ ഹെയർ സ്റ്റൈലിസ്റ്റായി ജോലി ചെയ്തു വരികയാണ് ഹേമ. ഹേമയുടെ വാക്കുകൾ ഇങ്ങനെ: ഒരിക്കൽ ഞാൻ അമല പോളിനൊപ്പം ചെന്നൈയിൽ ഒരു ഷൂട്ടിങ്ങിന് പോയിരുന്നു. എനിക്കവരെ നേരിട്ട് അറിയില്ലായിരുന്നു. ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് വഴി പോയതായിരുന്നു. ഏപ്രിൽ മെയ് മാസങ്ങളിലുള്ള ഷൂട്ടിംഗ് ആയിരുന്നു. നല്ല ചൂടായിരുന്നു. തണലിനായി ആ ലൊക്കേഷനിൽ ഒരു മരം പോലുമില്ല. അതിനാൽ ഞങ്ങൾ വാനിറ്റി വാനിലേക്ക് കയറി. വാനിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ആർട്ടിസ്റ്റിനുള്ളതും 2 ടെക്നീഷ്യൻസിനുള്ളതും. കൊടും വെയിലത്തൊരാശ്വാസത്തിനാണ് വാനിറ്റി വാനിനുള്ളിൽ കയറിയിരുന്നത്. പക്ഷെ അപ്പോൾ അമല അവരുടെ മാനേജറിനെ വിളിച്ചിട്ട് പറഞ്ഞു അവരെ വാനിലിരിക്കാൻ അനുവദിക്കരുതെന്ന്. മാനേജർ ഞങ്ങളോട് ഇത് വന്ന് പറഞ്ഞു. ഞാനും മേക്കപ്പ് മാനും മുഖത്തോട് മുഖം നോക്കി. ഇത്രയും ചൂടുള്ള കാലാവസ്ഥയിൽ നമ്മൾ എവിടെ പോകും? എന്നിട്ടും ഞങ്ങൾക്ക് വാനിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. സൗത്ത് ഇന്ത്യയിലൊക്കെ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. വാനിറ്റി വാനിൽ ഹെയർ സ്റ്റൈലിസ്റ്റിനെയും മേക്കപ്പ് ആർട്ടിസ്റ്റിനെയും ഒന്നും അനുവദിക്കരുതെന്ന റൂളൊക്കെ ചിലപ്പോൾ സൗത്ത് ഇന്ത്യയിൽ കാണുമായിരിക്കും, എനിക്കറിയില്ല. അവർ ഹെയർ സ്റ്റൈലിസ്റ്റിനും മേക്കപ്പ് ആർട്ടിസ്റ്റിനും ഒരു വിലയും നൽകുന്നില്ല. അങ്ങനെയുള്ളിടത്ത് എങ്ങനെയാണ് നമ്മളെ പരിചയപ്പെടുത്തുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഞാൻ എങ്ങനെ പറയും? തബു പോലുള്ള സ്റ്റാർസിനൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങളോട് നല്ല രീതിയിലാണ് ബിഹേവ് ചെയ്തത്. തബു ആണെങ്കിൽ ഹെയർ സ്റ്റൈലിസ്റ്റിനും മേക്കപ്പ് ആർട്ടിസ്റ്റിനും മറ്റ് ടെക്നീഷ്യൻസിനുമായി ഒരു എൻറ്റയർ വാൻ തന്നെ ബുക്ക് ചെയ്തിരുന്നു. അങ്ങനെയുള്ളിടത്താണ് ഈ അനുഭവങ്ങൾ. സൗത്ത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരുപാട് നടക്കാറുണ്ട് എന്നും ഹേമ പറഞ്ഞു. അമല പോളിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും പ്രേക്ഷകർ വരുന്നുണ്ട്. വാനിന്റെ ഒരു വശത്ത് അവർ ഇരുന്നാൽ എന്താണ് കുഴപ്പം? വെയിലായതുകൊണ്ടല്ലേ, അവരും ഒരു സ്ത്രീയല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. മറുവശത്ത് ഹേമ ഇന്റർവ്യൂവിൽ മറ്റു നടിമാരെ പറ്റിയും കുറ്റം പറയുന്നുണ്ട്. ബോളിവുഡ് താരങ്ങളായ കത്രീന കൈഫ്, ഊർമിള തുടങ്ങി പല ചലച്ചിത്ര താരങ്ങളെക്കുറിച്ചും മോശമായ രീതിയിൽ പറയുന്നുണ്ട്. അതിനാൽ ഹേമ ഇതൊക്കെ പ്രശസ്തിക്ക് വേണ്ടി പറയുന്നതാണെന്നും ചിലർ പറയുന്നു.